പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മായാൻ്റെ കാടുകയറലിൻ്റെ ബാക്കി അറിയാൻ തിടുക്കപ്പെട്ടിരിക്കുകയായിരിക്കും ഓരോരുത്തരും. ഞാൻ വൈകിക്കുന്നില്ല, വായനയിലേക്ക് കടക്കുകയാണ്. 19-ാം അധ്യായം. പിരിമുറുകിപ്പൊട്ടി. ഹാജിയാരുടെ പീടികയ്ക്ക് മുമ്പിൽ ആൾത്തിരക്ക്. ലഹള പിടിച്ച ആൾക്കൂട്ടമല്ല, വിഷാദാത്മകമായ ഒരാൾക്കൂട്ടം. തെന്നിന്ത്യൻ ജനസമുദായത്തിൻ്റെ മുഴുവൻ പ്രാതിനിധ്യം അവിടെ കൂടിയവർക്കുണ്ട്. കർണാടകക്കാരും തെലുങ്കരും തമിഴരും മലയാളികളും ചപ്പുനുള്ളുകാരികൾ, കോൽമേസ്ത്രിമാർ, മമ്മട്ടിക്കാർ എന്നിവർക്ക് പുറമെ 2 പണിയാന്മാരും. പണിയാന്മാർ അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. പലരും പരസ്പരം കുശുകുശുക്കുന്നു. നേരോ? അതെന്ന് വിശ്വാസം തോന്നില്ല. കടവുകൾ നനച്ചതൈ താങ്കൾ പാർപ്പിന? ഒരു തമിഴൻ. ശരിയാ, എവിടെയാണത്? കാട്ടിൽ. എല്ലിന്തു എഷ്ടു ദൂര? ഒരു പിൻകുടുംബക്കാരൻ കർണാടകൻ വരട്ടിച്ചൊറി മാന്തിക്കൊണ്ട് ചോദിച്ചു. ബഹുദൂര, 2 മൈലു. മറ്റൊരു കർണാടകക്കാരൻ അതേ ഇളിച്ചിരിയോടെ മറുപടിയും പറഞ്ഞു. ബഹുളു കഷ്ട, ദുരിത. അങ്ങനെ വിവിധ ഭാഷയിൽ ഏതോ ശോകാത്മകമായ സംഭവത്തെപ്പറ്റി കുശൂശുകൾ നടക്കുകയാണ്. ഹാജി ആകട്ടെ ഒന്നിലും ശ്രദ്ധിക്കാതെ താടിക്ക് കൈയും കൊടുത്തു മൂകനായിരിക്കുന്നു. നര കയറിക്കഴിഞ്ഞ ആ താടിയിൽ ഇളംകാറ്റ് പതുക്കെ അലകൾ ചേർക്കുന്നുണ്ട്. എന്തേ ഇങ്ങനെ തോന്നാൻ? അങ്ങോട്ട് കയറി ചായപ്പൊടിക്കാരൻ നായർ ചോദിച്ചു. പടച്ചോനറിയാം. ഹാജിയാർ ഒന്ന് നെടുവീർപ്പിട്ടു. ഈ തിരക്ക് കണ്ടുകൊണ്ടാണ് ഹസൻ അങ്ങോട്ട് കയറി ചെന്നത്. ഹാജിയാർ വിളിക്കാൻ ആളയച്ചിട്ട് വന്നതാണ്. കച്ചവടക്കാര്യമായിരിക്കുമെന്നേ ഓർത്തുള്ളൂ. പക്ഷേ ആൾത്തിരക്ക് കണ്ടപ്പോൾ നടത്തം ധൃതിയിലാക്കി. പീടിക കോഴായിലേക്ക് കയറിക്കൊണ്ട് ഹസൻ ചോദിച്ചു, എന്തേ ഹാജിയാർക്ക? ഹാജിയാർ ഹസനെ അടിമുടിയൊന്ന് നോക്കി. എന്നിട്ട് സാവധാനത്തെ പറഞ്ഞു, ഇരിക്ക് ഹസനെ. ഹസൻ ഇരുന്നു. ശ്രദ്ധാലുവായി ഹാജിയാരുടെ മുഖത്തു നോക്കി. എന്താ വിശേഷം? ഹാജിയാർ ഒന്നും പറയുന്നില്ല. ആരും ഒന്നും പറയുന്നില്ല. ഒരു കനത്ത മൂകത. എന്തിരുത്തേ? ഹസൻ വീണ്ടും തിരക്കി. അത് ഞമ്മടെ നാവുകൊണ്ട് തന്നെ പറയേണ്ടി വന്നല്ലോ. ഓനെ ഈ മലയിൽ കുടിയിരുത്തിയത് ഞമ്മളാ. എന്നിട്ടിപ്പോ? ഹാജിയാരുടെ വെള്ളത്താടി ഗദ്ഗതം മൂലം വിറച്ചു. എന്താ കാക്ക ഉണ്ടായത്? ഞമ്മടെ മായാന്റെ കഥയാ. കാക്ക എവിടെ? അക്കഥയൊക്കെ കഴിഞ്ഞു ഹസനെ. ഹസൻ ഇരുന്ന ഇരിപ്പിൽ എഴുന്നേറ്റു പോയി. സംഭ്രമം കൊണ്ട് ഉറച്ച കണ്ണുകൾ ഹാജിയാരുടെ മുഖത്ത് നട്ടുകൊണ്ട് അയാൾ കാര്യം വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടു. ഹാജിയാർ വിമിഷ്ടപ്പെട്ടുകൊണ്ട് പറയാൻ തുടങ്ങി. അന്ന് കാലത്ത് കാട്ടിൽ ഏലം മറുക്കാൻ പോയ പണിയാന്മാർ നിലം വിട്ട് നിൽക്കുന്ന ഒരാളെ കണ്ട് ഭയപ്പെട്ടു മടങ്ങിപ്പോന്നു. ഉടനെ മറ്റു ചിലർ പോയി. കാര്യം വ്യക്തമായി. ഒരാൾ തൂങ്ങി മരിച്ചു നിൽക്കുകയാണ്. അത് മായാനാണെന്നും മനസ്സിലായി. ഇന്റെ റബ്ബേ! ഹസൻ ഒരൊറ്റ നെഞ്ചത്തടിയും കരച്ചിലും. ഓ, ഇന്നലെ വൈകുന്നേരം ഒന്ന് ചുറ്റി വരാൻ പോയതാണല്ലോ. ബസനിച്ചിട്ട് എന്താ ഹസനെ? ഓനെ ഞമ്മളെ ഇവിടെ നിർത്തി വലുതാക്കിയതാ. കാര്യത്തിന് പോന്ന ഒരു ചെക്കനേർന്ന്. ഓൻ നന്നായി ഞമ്മക്ക് സന്തോഷവുമായി. ഈ ചേലിക്ക് വന്നു ചേരും എന്ന് ഞമ്മൾ നനച്ചോ? അത്ഭുതം, അതിശയം. വയസ്സ് മൂപ്പരോടടുക്കുമ്പോ പിന്മാറിപ്പോവേർന്ന്. എന്തൊരു ഒജ്ജത്തേർന്ന്. അങ്ങനെ സ്ത്രീ പുരുഷന്മാരുടെ വിലാപാത്മകമായ അഭിപ്രായ പ്രകടനങ്ങൾ നീണ്ടുപോയി. പക്ഷേ അത് കേട്ടുകൊണ്ടിരുന്നാൽ പോരല്ലോ. കുടിയിൽ അറിയിക്കണ്ടേ? വേണം, ഹസൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പോലീസിലും അറിയിക്കണം, ചായപ്പൊടിക്കാരൻ നായർ ഓർമ്മപ്പെടുത്തി. നാട്ടിലേക്ക് ആരാ പോകുക? ഇച്ചിരി 6-4 തിരിയുന്നവൻ പോണം, ഹാജിയാർ പറഞ്ഞു. നമ്മുടെ നായര് പോട്ടെ. അങ്ങനെ വേണ്ട ഉപദേശങ്ങളോടെ അടുത്ത ബസ്സിന് ചായപ്പൊടിക്കാരൻ നായരെ നാട്ടിലേക്ക് അയച്ചു. പോലീസിലേക്ക് വേറെ ഒരാളും പോയി. ഉച്ചയാകുമ്പോഴേക്കും പോലീസ് വന്നു. ഒരു വലിയ ആൾക്കൂട്ടം കാട്ടിലേക്ക് നീങ്ങി. ഹസനും കൂടെ പോയി.
അവർ ഒരു കുന്ന് കയറി ഇറങ്ങി. അടുത്ത പള്ളത്തിൽ ചെന്നപ്പോൾ പണിയൻ ചൂണ്ടിക്കാട്ടി. കണ്ടോംബ്രാനെ. ഹസൻ ഒന്ന് നോക്കി. ഒരു ഭീമാകാരം നിലം വിട്ട് നിൽക്കുകയാണ്. ഹൃദയം ഊക്കിൽ മിടിച്ചു. അവൻ ശവത്തിനടുക്കെ എത്തി. തല ചെരിച്ചു പിടിച്ച് ജീവിതത്തെ ആകെ ഇളിച്ചു കാട്ടി പുച്ഛിക്കും പോലെ നിൽക്കുകയാണ് ആ രൂപം. ഹസൻ ആകെ ഒന്ന് കണ്ണോട്ടിച്ചു. പിന്നെ കീഴ്പോട്ട് നോക്കി നിന്നു. പോലീസുകാരുടെ ആജ്ഞപ്രകാരം ശവം ഇറക്കി കിടത്തി. ആ മരത്തിന് ചുവട്ടിൽ കുറെ ഉരുളൻ കല്ലുകൾ കൂട്ടിവെച്ചിരുന്നു. ഇതെന്താണ്? ഇൻസ്പെക്ടർ ആ കൊച്ചു കൽക്കൂമ്പാരം ചികഞ്ഞു നോക്കി. ഒന്നുമില്ല. ശരീരത്തിലെ വസ്ത്രങ്ങൾ മാറ്റി പരിശോധിച്ചു. കഴുത്തിൽ ഒരു നീലരേഖ പാമ്പ് പോലെ ചുറ്റിക്കിടക്കുന്നു. മുഖം അപ്പോഴും ചേരിച്ച് ഇളിച്ച് കാട്ടിക്കൊണ്ട് തന്നെയാണ്. വസ്ത്രങ്ങൾ ഓരോന്നായി പരിശോധിച്ചു. എല്ലാ പോക്കറ്റുകളും തപ്പി. ഒന്നിൽ ഒരു ഉറുപ്പികയും 3 മുക്കാലുമുണ്ട്. മറ്റേതിൽ ഒരു കടലാസ് ചുരുളും. ഇൻസ്പെക്ടർ അത് നിവർത്തി വായിച്ചു. ഒന്ന് നെടുവേർപ്പിട്ടു. എന്തേ? അടുത്ത് നിന്ന് ഹാജിയാർ ചോദിച്ചു. ആ കുറിപ്പിൽ ആ മരണം വന്ന വഴി കുറിച്ചു വെച്ചിരുന്നു. കടലാസ് പെൻസിൽ കൊണ്ട് അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: നമ്മൾ ഇഷ്ടത്തിന് ചാവാണ്, ആരും കുറ്റക്കാരല്ല എന്ന് മായാൻ. ഹാജിയാർ കണ്ണട എടുത്തു വെച്ച് ആ കടലാസ് മുഖത്തോട് ചേർത്ത് വായിച്ചു. എന്നിട്ടൊന്നും പറയാതെ ഇൻസ്പെക്ടറുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. ശവം കെട്ടിപ്പൊതിഞ്ഞെടുപ്പിച്ച് കൂടിയിരുന്ന ഹാജിയാരടക്കമുള്ളവരുടെ കയ്യിൽ നിന്ന് കൈപ്പീത്തും വാങ്ങി. പോസ്റ്റ്മോർട്ടത്തിന് ഇൻസ്പെക്ടർ പറഞ്ഞു. കൂടാതെ കഴിച്ചൂടെ? ഹാജിയാർ ചോദിച്ചു. നിവൃത്തിയില്ല. എന്നാൽ കുടി നാളിപ്പം വരും. എന്നിട്ട് പോരെ? വളരെ വൈകോ? അടുത്ത ബസ്സിന് നോക്കാം. ഏതായാലും കാട്ടിൽ നിന്ന് കയറുക. ഇൻസ്പെക്ടർ മുമ്പിൽ നടന്നു. മറ്റുള്ളവർ വാ പൊത്തിക്കൊണ്ട് പിന്നാലെ. ഇൻസ്പെക്ടർ മുമ്പിൽ, അതിന് പിൻപിൽ ശവം, അതിന് പിൻപിൽ 2 പോലീസുകാർ. അവർക്കും പിൻപെയാണ് ഹാജിയാരും ഹസനും നടക്കുന്നത്. ആരും സംസാരിക്കുന്നില്ല. ഹസന്റെ ഉള്ളിലൂടെ അനേകം രംഗങ്ങൾ കടന്നു പോകുകയാണ്. സ്വർണ്ണ ഖനിക്കുള്ളിൽ വെച്ചു പെട്ടെന്ന് തലപൊക്കിയ ആ രൂപം. ആരത് എന്ന കനത്തതും ഞെട്ടിക്കുന്നതുമായ ചോദ്യം. ഒന്നിച്ചുള്ള ജീവിതം, കല്യാണം, കുട്ടികൾ പിറന്നത്, ഒരു കൂട്ടുകുടുംബ ജീവിതം, അവസാനം വന്നു കയറ്റം, തൻ്റെ പെണ്ണുകെട്ട്, ഒടുക്കത്തെ ഇറങ്ങിപ്പോക്ക്, ഇവയോരോന്നും മനസ്സിലൂടെ ഓടി പോകുകയാണ്. ഒടുക്ക ഇച്ചേലിക്കുമായി. ആ കുട്ടിയോളം വരുമ്പോ എന്തിരുത്ത പറയുക? ഹസൻ ആലോചിച്ചു. പക്കെങ്കിലും ഹാജാരിക്കയും ഉണ്ടല്ലോ. 4 മണിവരെ കാത്തു. നാട്ടിൽ നിന്ന് ആരും എത്തിയില്ല. ശവം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ ഒരു ബസ് ഹാജിയാരുടെ പീടികയ്ക്ക് മുമ്പിൽ നിന്നു. ചായപ്പൊടിക്കാരൻ നായരും മരക്കാരും ഹൈദ്രോസും താഴത്തേക്കിറങ്ങി. ബെരീൻ മക്കളെ. ഹാജിയാർ അവരെ കൈനീട്ടി സ്വീകരിച്ചു. എവിടെ ബാപ്പ? ഇടനെഞ്ചു പൊട്ടിക്കൊണ്ട് ഹൈദ്രോസ് ചോദിച്ചു. ഇരിക്കൂ. നായർ പിടിച്ചിരുത്തി. ഹാജിയാർ കഥ വിസ്തരിച്ചു പറഞ്ഞു. ഓ, ഒരു കണ്ണ് കാണാൻ. ഹാജിയാർ ഒന്നും സംസാരിച്ചില്ല. ആരും ഒന്നും സംസാരിച്ചില്ല. ഉടനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്തേക്ക് ആള് പോയി. ഇനിയിപ്പോ എന്തിരുത്താ വിചാരിക്കുന്നത്? ഞമ്മള് കൊണ്ടുപോകും, മരക്കാർ പതറിച്ച കൂടാതെ പറഞ്ഞു. അതിപ്പോ ഹാജിയാർ പരിങ്ങി. എന്തേ? ആശുപത്രിയിൽ കൊണ്ടുപോയതുകൊണ്ട്. ഉമ്മ കൊണ്ടുവരണമെന്ന് നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട്. ഹാജിയാർ എന്തോ ആലോചിച്ചൊന്നു മൂളി. പിന്നെ കൊണ്ടുപോകുന്നത് എങ്ങനെ വേണം? അതിനൊക്കെ വഴിയുണ്ടാക്കാം. ലോറി കിട്ടും. മതി. ഹൈദ്രോസ് കുനിഞ്ഞിരുന്നു. അവന്റെ കണ്ണുകൾ കരഞ്ഞു കരങ്ങി കഴിഞ്ഞിരുന്നു. എല്ലാവരും അങ്ങിങ്ങു തൂങ്ങി നിന്നു. മക്കൾ വന്നപ്പോൾ അവരെ കാണാൻ വേണ്ടി കുറെ കൂടി ആളുകൾ പീടികയുടെ മുമ്പിൽ തടിച്ചുകൂടി. ഇച്ചിരി ഉപ്പും മുളവും വേണം. അതിനിടയ്ക്ക് ഒരു കൊച്ചു പെണ്ണ് കാശ് നീട്ടിക്കാട്ടി ആവശ്യപ്പെട്ടു. ഇപ്പൊ നിൽക്കണ്ട മോളെ, പൊയ്ക്കോ. ആ കുട്ടി എല്ലാവരുടെ മുഖത്തേക്കും ഒന്ന് നോക്കി തിരിച്ചു പോവുകയും ചെയ്തു. മരക്കാർ ഒരു ബീഡി കത്തിച്ച് വലിച്ച് ആ പുകയിലേക്ക് തന്നെ നോക്കി അനങ്ങാതെയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഹസൻ വന്നു. ഹസനെ കണ്ടപ്പോൾ ഹൈദ്രോസ് പൊട്ടിക്കരഞ്ഞുപോയി. കാക്കാ, മോനെ. 2 പേരും വിങ്ങി വിങ്ങി കരയുകയാണ്. മരക്കാർ തൂണോട് മറിഞ്ഞു നിന്ന് കൺതുടച്ചു.
എല്ലാവരുടെ കണ്ണുകളും നിറഞ്ഞു. ഹാജിയാർ വിറയ്ക്കുന്ന കണ്ടത്തോടെ പറഞ്ഞു, ഹസനെ, ഈ ജോല സമാധാനിപ്പിക്കേണ്ടതാ. ഉച്ച തന്നെ ഇച്ചേലിക്കായാലോ? ഹസൻ അതിനു മറുപടി പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ശവക്കെട്ട് വന്നു. ഹസന്റെ വീട്ടിന്റെ ഉമ്മറത്തിറക്കി. രണ്ടു മക്കളും അതൊന്നു നോക്കി. എന്നിട്ട് പരസ്പരം നോക്കി. ആ കണ്ണുകളിൽ അപ്പോൾ വേദനയേക്കാൾ അധികം വിദ്വേഷമായിരുന്നു ജ്വലിച്ചിരുന്നത്. അകത്തുനിന്ന് ആമിനയുടെ കുട്ടി കരയുന്നുണ്ടായിരുന്നു. അധികം താമസിച്ചില്ല. ലോറി വന്നു ശവമെടുത്ത് അതിൽ കിടത്തി. മരക്കാരും ഹൈഡ്രോസും മുമ്പിൽ കയറി. ഹസൻ ശവത്തിന്റെ അടുക്കലും. പോയിട്ട് ബരീൻ മക്കളെ, ഹാജിയാർ അവരെ യാത്രയാക്കി. ആ ലോറി കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോൾ ഹാജിയാർ ഒരു നെടുവേർപ്പോടെ പറഞ്ഞു, മായാൻ മലയിറങ്ങി. വെള്ളത്തിലിട്ട ചക്കര അടർന്നലിഞ്ഞു പോകുന്നത് പോലെ ആ വിഷാദപരമായ അന്തരീക്ഷത്തിൽ നിന്ന് ആളുകൾ നിശബ്ദരായി പതുക്കെ പതുക്കെ പിന്മാറി. ഹാജിയാർ മാത്രം താടിക്ക് കൈയും കൊടുത്ത് ആ പീഡിക കോലായിലിരുന്നു. ആ വൃദ്ധനേത്രങ്ങൾ വിദൂര ഭൂതകാലത്തിൽ എവിടെയോ അലയുകയായിരുന്നു. ആ മനുഷ്യൻ പതുക്കെ മന്ത്രിച്ചു. കൂട്ടിക്കിഴിച്ച് ആകെ ഇടുമ്പോ നേടിയോനും നേടാത്തവനും ഒക്കെ ഒന്ന് തന്നെ. ഇതിനിടയിൽ ശവം കയറ്റിയ ആ ലോറി മലയിറങ്ങുകയായിരുന്നു. ഓരോ തിരിച്ചിലും ഹസനും ആ ശവവും തമ്മിൽ കൂട്ടിത്തൊട്ടു. അപ്പോഴൊക്കെ ഒരു കോരിത്തെരിപ്പ്. അവിടെ നിന്ന് മാറിയിരിക്കണമെന്ന് തോന്നും. എന്നാൽ മാറിയിരിക്കാമോ? ആ മനുഷ്യനു വേണ്ടി താൻ എല്ലാം സഹിക്കേണ്ടതാണ്. തന്നെ ഒരാളാക്കിയത് ഈ കിടക്കുന്ന മനുഷ്യനാണ്. ലോറിയുടെ ഇളക്കത്തിൽ കെട്ടിപ്പൊതിഞ്ഞ മുണ്ടിൽ അല്പാൽപ്പം ചോര പുരളുന്നുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിച്ച ശവശരീരമാണെന്ന് അപ്പോഴേ ഹസൻ ഓർത്തുള്ളൂ. അവൻ ഡ്രൈവറോട് പറഞ്ഞു, മൂല തിരിയുമ്പോൾ ഇത്തിരി പതുക്കെ ഓടിച്ചാൽ മതി. എന്തേ? മരക്കാർ ചോദിച്ചു. ഓടിച്ചാൽ മതി, ഹസൻ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് ഡ്രൈവർ അതനുഷ്ഠിക്കുകയും ചെയ്തു. മരക്കാരുടെ ഹൃദയം തിളച്ചു മറിയുകയായിരുന്നു. ബാപ്പ ഇത്തരത്തിൽ എന്തെങ്കിലും പറ്റിച്ചുകൂടായികയില്ലെന്ന് ഒടുക്കം വിട്ടുപിരിയുമ്പോൾ തന്നെ അവന്റെ ഹൃദയത്തിൽ ഒരു തോന്നലുണ്ടായതാണ്. അപ്പോൾ തന്നെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. അന്ന് ദുശ്ശകനം കാണുന്ന മനസ്സിനെ ശകാരിച്ചടക്കിയത് തെറ്റായിപ്പോയി. എങ്കിലും ഇങ്ങനെയൊക്കെ വന്നു ചേർന്നുവല്ലോ. ഇതിനൊക്കെ കാരണം എന്താണ്? അവ്യക്തമെങ്കിലും ഇന്നവന് ഒരു രൂപമുണ്ടാകുന്നുണ്ട്. അതാലോചിക്കുമ്പോൾ കലിയും. അവൻ തന്നോട് തന്നെ പറഞ്ഞു, പാപ്പ പാമ്പിനെയാണ് പാല് കൊടുത്തു വളർത്തിയത്. ഒടുക്കോ അത് കടിച്ചു. പാപ്പ ചത്തും പോയി. ലോറി ഇറക്കത്തിൽ നല്ല വേഗത്തോടെ പായുന്നുണ്ട്. തണുത്ത കാറ്റ് ചെവിയിൽ വന്ന് പൊതിരെ തള്ളുകയാണ്. ഹൈഡ്രോസ് ചെവി പൊത്തി. മരക്കാർ തൂവാലെടുത്ത് അവന്റെ ചെവി അടച്ച് കെട്ടിക്കൊടുത്തു. ഹസൻ അപ്പോഴും ആലോചനയിൽ തന്നെ. ഡ്രൈവർ അടിച്ചു മിന്നിക്കുന്നുണ്ട്. 3 യാത്രക്കാരും ക്ലേശവും തളർച്ചയും അറിഞ്ഞില്ല. നാട്ടിലെത്തിയ ലോറി റോഡരികിൽ അണച്ചു നിർത്തിയപ്പോഴാണ് അവർ ചിന്തയിൽ നിന്നുണർന്നത്. ഹസനും ഹൈഡ്രോസും ഒപ്പം പാഞ്ഞുപോയി. റബ്ബുൽ ആലമീൻ! മരക്കാർ വണ്ടിയിൽ നിന്നും മുമ്പേ ഇറങ്ങി. ഹസനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അവൻ അവിടെ തന്നെ നിന്നു. ആ ഏകാന്തവും നിശബ്ദവുമായ നിമിഷത്തിലാണ് ഹൃദയത്തിലേക്ക് ആദ്യമായി അസഖ്യമായ കടന്തൽ കുത്ത് കടന്നു വന്നത്. മങ്ങി നിലാവ് ഒരു ശവമൂട് തുടി പോലെ പ്രപഞ്ചത്തെ ആവരണം ചെയ്തിരിക്കുകയാണ്. കുത്തി കീറലേറ്റ പോലെ അവിടവിടെ നിഴൽപ്പാടുകൾ തെളിഞ്ഞു കിടക്കുന്നു. കണ്ണുനീരിലേക്ക് ആഴ്ന്നാഴ്ന്നു പോകുന്ന ഒരു പുഞ്ചിരി പോലെയായിരുന്നു പ്രപഞ്ചം. വന്നോ? പെട്ടെന്നാണ് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടത്. മരക്കാർ ഒന്ന് ഞെട്ടി. തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് ചാപ്പുണ്ണി നായരും ഹസനും 4-5 പേരും. ശവവും എടുത്തുകൊണ്ട് ചിലർ മുമ്പിൽ നടന്നു. പിന്നാലെ മക്കൾ, അതിനും പിന്നിൽ ചാപ്പുണ്ണി നായരും. അവർ ചെന്ന് കയറിയപ്പോൾ മുറ്റത്തും ഉമ്മറത്തും നിറച്ചാളുകൾ ഉണ്ടായിരുന്നു. ധാരാളം വെളിച്ചം. ആരും ആരോടും ഒന്നും പറഞ്ഞില്ല. ശവം താങ്ങിക്കിടത്തി. എല്ലാവരും ഒഴിഞ്ഞു നിന്നപ്പോൾ അടുത്ത മുറിയിൽ നിന്ന് ഒരു കനത്ത വിളി. മരക്കാരെ, ഉമ്മ വന്നോ? ആ ശബ്ദവും വ്യക്തമായിരുന്നു. പിന്നെ ഉമ്മ ചുമ്മ ഒന്നും ചോദിച്ചില്ല. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ അടിവെച്ച് ആ മുറിയുടെ വാതിൽക്കലേക്ക് വന്നു. ഉമ്മ! ഹൈഡ്രോസും മരക്കാരും ചെന്ന് തടുത്തു. മാറി നിൽക്ക്!
അവരെ തട്ടിമാറ്റിക്കൊണ്ട് ഉമ്മാച്ചുമ്മ മുമ്പോട്ട് നീങ്ങുകയാണ്. പെട്ടെന്ന് ചാപ്പുണ്ണി നായർ അടുത്തെത്തി പറഞ്ഞു, ഇപ്പൊ അവിടെ പോയി കിടക്ക. ഇന്നത്തെ കഴിഞ്ഞാൽ പിന്നെ കിടപ്പ് തന്നെയാ സാപ്പുണ്ണിയാരെ. ഇന്നും കൂടി ഞമ്മള് കിടക്കൂല. ആ കനത്ത വാക്കുകൾ വീടിന്റെ അസ്ഥിവാരം പിടിച്ചു കുലുക്കി എന്ന് തോന്നി. ചാപ്പുണ്ണി നായർ മാറി നിന്നു. എല്ലാവരും മാറി നിന്നു. ഉമ്മാച്ചുമ്മ വാതിൽക്കലേക്ക് ചെന്ന് പറഞ്ഞു, പുതപ്പ് മാറ്റിൻ. എല്ലാവരും പരസ്പരം നോക്കി. ഒടുവിൽ ചാപ്പുണ്ണി നായർ ഹസനെ ഒന്ന് തോണ്ടി. അവൻ കണ്ണടച്ചൊരു നിമിഷം പ്രാർത്ഥിച്ചു. എന്നിട്ട് മുഖത്തെ തുണി നെറ്റിവരെ നീക്കി. അവിടുന്ന് അങ്ങോട്ട് നീങ്ങിക്കൂടാ. തല വട്ടത്തിൽ അടർത്തിയതിനു ശേഷം ചേർത്ത് വെച്ചതാണ്. മുഖത്തൊരു കോട്ടമുണ്ടെങ്കിലും അത് ചിരിക്കുകയാണെന്നേ തോന്നൂ. നീണ്ട മൂക്കും കനത്ത കവിളുകളും അങ്ങനെ തന്നെയുണ്ട്. ഉമ്മാച്ചുമ്മ നോക്കി നിന്നു. അവർ വിതുമ്പുകയോ കരയുകയോ ചെയ്തില്ല. കണ്ണൊന്നും നനയുക പോലും ഉണ്ടായില്ല. ഒടുവിൽ പക പോക്കുന്ന സ്വരത്തിൽ ചോദിച്ചു, മുന്നേ നടന്ന് അല്ലേ? സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. എന്നിട്ട് അവർ മുഖം തിരിച്ചു പറഞ്ഞു, മതി. മുഖം വീണ്ടും മൂടി. ആ സ്ത്രീ കനത്ത കാൽവയ്പുകളോടെ സ്വന്തം അറയിലേക്ക് കടക്കുമ്പോൾ വിളിച്ചു, ഫൈഡ്രോസേ. എന്താ ഉമ്മ? കരയുന്നത് പോലെയാണ് അവൻ വിളി കേട്ടത്. എന്താണ്ടാ നോക്കുന്നത്? അവർ ചുണ്ടിയെടുത്ത് പറഞ്ഞു, എന്റെ ഉമ്മ. അടക്കം ചെയ്യാൻ ഉള്ള ഏർപ്പാട് വേഗം നോക്ക്. ഇനി ഇങ്ങക്ക് അതേ ചെയ്യേണ്ടതുള്ളൂ ഹമുക്കുകളെ. ആരും സമാധാനമൊന്നും പറഞ്ഞില്ല. ഉമ്മാച്ചുമ്മ കൊളുത്തെറ്റ് ഉരസി ഉലഞ്ഞു വീഴുന്ന ഒരു പൂത്താലിക്കൂട്ടം പോലെ കട്ടിലിലേക്ക് ചെരിഞ്ഞു. ചാപ്പുണ്ണി നായർ പുറത്തേക്ക് കടന്നു. കണ്ണുകൾ തുടച്ചു. എന്നിട്ട് സംസ്കാരത്തിന് വേണ്ട ഏർപ്പാടുകൾ ആരംഭിച്ചു. മയ്യത്ത് കട്ടിലിന് ആളുകൾ പോയി. കുഴി തോണ്ടാനും ഏർപ്പാട് ചെയ്തു, അറിയിക്കേണ്ടവരെ അറിയിക്കാനും. എന്നിട്ട് ചാപ്പുണ്ണി നായർ ഉമ്മറത്തിണ്ണമേൽ കയറി തൂണോടി ചാരിയിരുന്നു. തലയ്ക്കൊരു അടി കൊണ്ട പോലെ തരിപ്പ്. ഒന്നും പേർത്തെടുത്ത് ആലോചിക്കാൻ കഴിയുന്നില്ല. എന്നാലും തലയ്ക്കുള്ളിൽ പല സ്മരണകളും കിടന്ന് കൂത്തടിക്കുന്നു. തുടക്കവും അവസാനവുമില്ലാത്ത ആലോചനകൾ. ഒടുവിൽ ചാപ്പുണ്ണി നായർ ഒരു നെടുവീർപ്പിട്ടു, എന്റെ ജന്മം, എന്ത് ജന്മ. അയാൾ നിശബ്ദനായി തലയും താഴ്ത്തി മുറ്റത്തിലാത്തുന്ന മരക്കാരെ നോക്കി. മരക്കാർ അത് കാണുന്നില്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ പെട്ടെന്ന് നിന്നു. കയ്യാലക്കോലയിലേക്ക് നോക്കി ചോദിച്ചു, ആരാടാ അത്? മറുപടിയില്ല. ആരാ കൊരച്ചതെന്ന് ഗൗരവത്തോടെ വീണ്ടും ചോദിച്ചു. ഞാനാണ്. അവിടെ തൂണും ചാരിയിരുന്ന അബ്ദു മറുപടി പറഞ്ഞു. ഒരു കനത്ത മൂളലോടെ മരയ്ക്കാർ വീണ്ടും നടത്തം തുടങ്ങി. മയ്യത്തുകട്ടിൽ വന്നു. എല്ലാം ഒരുങ്ങി. ശവശരീരം എടുത്തു കിടത്തി. ഒരു മനുഷ്യൻ എന്നേക്കുമായി മാഞ്ഞു പോകുന്നു. അയാളുടെ ദേഷ്യവും സ്നേഹവും ക്രൂരതയും സഹതാപവും എല്ലാം ആറടി മണ്ണിൽ അമർന്നു പോവുകയാണ്. ഇനി കയാമ നാളുവരെ നീണ്ടു നിൽക്കുന്ന നിദ്രയാണ്. അജ്ഞാതമായ ആ ലോകത്തെപ്പറ്റി ഭയവും സംഭ്രമവും തിങ്ങി നിറയുന്ന ആ നിമിഷത്തിൽ മനുഷ്യർ ഈശ്വരനെ സമീപിക്കുന്നു. അല്ലാഹു അക്ബർ എന്ന വിളികൾ മുഴങ്ങി. ശവമഞ്ചമെടുത്ത് ചുമലിൽ വെച്ചവർ മുന്നോട്ട് നീങ്ങുകയാണ്. ചാപ്പുണ്ണി നായർ നിന്ന് നോക്കി. അതെങ്ങനെ നീങ്ങി മറയുന്നു. പെട്ടെന്നാണ് അയാളുടെ കണ്ണുകൾ വാതിൽക്കലേക്ക് ചെന്നത്. അവിടെ വിരിയും പിടിച്ച് നോക്കി നിൽക്കുകയാണ് ഉമ്മാച്ചുമ്മ. ഒരു കയ്പുള്ള ചിരി ആ ചുണ്ടിൽ വ്യാപിച്ചിരിക്കുന്നു. ആ മയ്യത്ത് കട്ടിൽ നീങ്ങിപ്പോകുന്നതിനോടൊപ്പം ആ സ്ത്രീ വാതിലിലേക്ക് ഉരസി വീഴാൻ പോവുകയാണ്. അടുത്ത ആരുമില്ല. പിടിക്കണേ, പിടിക്കണേ, 1-2 തവണ പറഞ്ഞു. പക്ഷെ ആരുമില്ല. ഒടുവിൽ ചാപ്പുണ്ണി നായർ കടന്നു താങ്ങി. ഉമ്മാച്ചുമ്മ ആ കൈകളിലേക്ക് ചാഞ്ഞു. അപ്പോഴേക്കും അബ്ദുവും ഓടിയെത്തി. 2 പേരും കൂടി എടുത്തു കിടത്തി. പണിക്കാരികൾ മുഖത്തു വെള്ളം തളിച്ചു. അബ്ദു വീശിക്കൊണ്ട് വിളിച്ചു, ഉമ്മാ, എൻ്റെ ഉമ്മ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അധ്യായം ഇവിടെ തീരുന്നു. ഇത്രയും ഗഹനമായൊരു വിഷയം ഇങ്ങനെ എഴുതാൻ ഒരുപക്ഷെ
മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞ പോലെ ഉറൂവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ വലിയ തൂലികയ്ക്ക് മുമ്പിൽ തല കുനിക്കുന്നു. നന്ദി.